എല്ലാവർക്കും കോലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ KCS അമെൻമെന്റ് ആക്ട് 2023യുടെ Q&A പാർട്ട് 4 ആണ് നോക്കുന്നത്. പാർട്ട് 3 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിർബന്ധമായിട്ടും ഇത് കണ്ടിരിക്കണം. കാരണം നമ്മൾ അമെൻമെന്റ് അറിഞ്ഞു നമുക്ക്, പക്ഷേ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് വരാമെന്നതും കൂടി നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ട് വരുന്ന എക്സാംസിന് ഉറപ്പായിട്ടും ലോയിൽ വന്ന മാറ്റങ്ങൾ അവർ ചോദിക്കും. കാരണം നമുക്കിത് അറിയാവോ എന്ന് അവർ ഉറപ്പുവരുത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സീരീസ് സ്ഥിരമായിട്ട് കാണുക, റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങളത് മനസ്സിൽ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു സെക്ഷൻ 14, a society may, with the prior approval of dash by a resolution passed by a dash of the members present and voting at a general body meeting of the society. Options നോക്കൂ. A, government 2/3 majority. B, government simple majority. C, registrar 2/3 majority. And D, registrar simple majority. Correct answer is option D, registrar simple majority. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 14 അനുസരിച്ച് എന്താണ് സെക്ഷൻ 14? അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഒരു സംഘത്തിന്റെ അമാൽഗമേഷനോ ലയനമോ അല്ലെങ്കിൽ അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 14. അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി ചെയ്യണമെങ്കിൽ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം? കൂടാതെ പ്രമേയം പാസ്സാക്കുമ്പോൾ, റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ എത്ര മെജോറിറ്റി വേണം, എത്ര ഭൂരിപക്ഷം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം? ഓപ്ഷൻ ഡി, രജിസ്ട്രാറിന്റെ ആണ്. പിന്നെ കൂടാതെ പൊതുയോഗത്തിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ, റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ എത്ര മെജോറിറ്റി വേണം? സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ മുമ്പ് ഇത് 2/3 മെജോറിറ്റി ആയിരുന്നു. ഇപ്പോൾ അമെൻമെന്റ് അനുസരിച്ച് 2023 അമെൻമെന്റ് അനുസരിച്ച് ഇപ്പൊ എന്തായി മാറി? കേവല ഭൂരിപക്ഷം മതി. എത്ര മതി? ഇപ്പൊ പൊതുയോഗത്തിൽ ഒരു 50% ആളുകൾ അംഗീകരിച്ചാൽ മതി. അപ്പോൾ സിമ്പിൾ മെജോറിറ്റി, അതിനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. മറന്നു പോകരുത്, സെക്ഷൻ 14 അനുസരിച്ചിട്ട് ഒരു സൊസൈറ്റിക്ക് അമാൽഗമേഷനോ മെർജറോ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസോ ഡിവിഷനോ നടത്തണമെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണം. കൂടാതെ ജനറൽ ബോഡി മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടുന്നത്. അത് മറന്നു പോകരുത്. മുൻപ് 2/3 ആയിരുന്നു, ഇപ്പോൾ സിമ്പിൾ മെജോറിറ്റി. Next question നോക്കൂ. The share capital contribution or financial assistance to the subsidiary institutions shall be met from the dash of the society as per section 56(2). Options നോക്കാം. A, reserve. B, gross profit. C, net profit. And D, none of these. Correct answer is option C, net profit. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 14AA ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 14AA എന്താണ്? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുബന്ധ സ്ഥാപനങ്ങൾ. ഇപ്പം A എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്, അതിൻ്റെ ഒരു താഴെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അല്ലെങ്കിൽ താഴെ വരുന്ന സൊസൈറ്റിയാണ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവരുടെ സാമ്പത്തിക സഹായത്താലാണ് ഈ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ സബ്സെക്ഷൻ 2ലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സബ്സെക്ഷൻ 2 എന്താ പറയുന്നത്? ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെങ്കിൽ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം? രജിസ്ട്രാറിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം. അപ്പൊ 2ക്ക് ശേഷം പിന്നീട് 2A, 2B, 2C, 2D, 2E എന്നുള്ള സബ്സെഷൻസും കൂടി KCS അമെൻമെന്റ് ആക്ട് 2023 അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2A, 2B, 2C, 2D, 2E ഇങ്ങനെ 5 സബ്സെഷനും കൂടെ ആണ്, അല്ലെങ്കിൽ 5 ക്ലോസുകളും കൂടെ ആണ് അമെൻമെന്റ് അനുസരിച്ച് ഇപ്പം മാറ്റം വരുത്തിയിട്ടുള്ളത്. മാറ്റമല്ല, ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലെ തന്നെ 2Aയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമായിട്ടോ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കണമെങ്കിൽ ആ സൊസൈറ്റി എവിടെ നിന്നാണ് അതെടുത്ത് കൊടുക്കേണ്ടത്? ആ ഒരു എമൗണ്ട് എവിടെ നിന്ന് കൊടുക്കണം? സൊസൈറ്റി എന്ത് വേണം? അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് വേണം, നെറ്റ് പ്രോഫിറ്റ് ബാലൻസിൽ നിന്ന് വേണം അത് അവര് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാനായിട്ട്. ഇത് സെക്ഷൻ 56(2)ലും പറയുന്നുണ്ട്. 56(2) എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്.
നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 56(2)ൽ. അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, 2A അനുസരിച്ച് എന്താ പറയുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ടോ മൂലധനമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം കൊടുക്കണമെങ്കിലോ ആ നിലവിലുള്ള സൊസൈറ്റി എന്ത് വേണം? അവരുടെ നെറ്റ് പ്രോഫിറ്റ് ബാലൻസിൽ നിന്ന് വേണം എടുത്ത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാനായിട്ട്. ഓക്കെ, അതാണ് സെക്ഷൻ 14AA(2A) അനുസരിച്ചിട്ടുള്ള അമെൻമെന്റ്. കൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദ സൊസൈറ്റി അതർ ദാൻ ഷെയർ ക്യാപിറ്റൽ ഷാൾ ബി റിലീസ്ഡ് ആസ് ലോൺ നോം സ്പെസിഫൈഡ് ബൈ രജിസ്ട്രാർ. കൂടാതെ ഈ സൊസൈറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുകയാണ്. അങ്ങനെങ്കിൽ ഏത് രൂപത്തിലാണ് അത് കൊടുക്കേണ്ടത്? ലോൺ രൂപത്തിലാണ് അത് നമ്മുടെ സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ കൊടുക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണെന്ന്. ഇത് രണ്ടുമല്ലാതെ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ലോൺ രൂപത്തിലേ കൊടുക്കാവൂ. അതും ആര് പറയുന്ന അനുസരിച്ച് വേണം കൊടുക്കാൻ? രജിസ്ട്രാർ പറയുന്ന അനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 14AA(2)(c) who shall conduct audit, inspection and verification of records? ഓപ്ഷൻസ് നോക്കാം. എ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ്, ബി ഗവൺമെന്റ്, സി രജിസ്ട്രാർ, ഡി DCA. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി രജിസ്ട്രാർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 14AA(2)(c) പ്രകാരം ആരാണ് ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ചെയ്യേണ്ടത്? അപ്പോൾ 14AA(2)(c) എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 14AA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. അപ്പൊ 2C പറഞ്ഞിരിക്കുന്ന എന്താ? നേരത്തെ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു 2ന് ശേഷം 5 സബ്സെഷനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ 2C ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? രജിസ്ട്രാറിന്റെ കടമയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സും ഗവൺമെന്റും DCA ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ DCA എഴുതാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കൂടും. അങ്ങനെ വരരുത്. ഇവിടെ രജിസ്ട്രാർ ആണ്. കാര്യം സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, വലിയ വലിയ കാര്യങ്ങൾ DCA ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആകുമ്പോൾ രജിസ്ട്രാർ ആയിരിക്കും അവരുടെ ഓഡിറ്റും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൻസർ രജിസ്ട്രാർ. ഏത് സെക്ഷനാണ്? സെക്ഷൻ 14AA(2)(c). നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൊസൈറ്റി ഹാഡ് അവൈൽഡ് any financial assistance from government shall include dash in the board of directors of the subsidiary institutions. Options നോക്കൂ. A nominees of government of Kerala, B co-opted members, C chairman, and D none of these. Correct answer is option A nominees of government of Kerala. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ഒരു സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്നും സൊസൈറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്? കൈപ്പറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെന്റിൽ നിന്നും കിട്ടുകയാണെങ്കിൽ സൊസൈറ്റിക്കായിരിക്കും കിട്ടുന്നത്. സൊസൈറ്റിയാണ് ആർക്ക് കൊടുക്കുന്നത്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെന്റ് നോമിനികളെ എന്ത് ചെയ്തിരിക്കണം? ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് സെക്ഷൻ 14AA(2)(b) അനുസരിച്ചിട്ടുള്ള അമെൻമെന്റ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഗവൺമെന്റിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടിയ സൊസൈറ്റി ആണെങ്കിൽ അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഗവൺമെന്റ് നോമിനികളെ ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് സെക്ഷൻ 14AA(2)(c) പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിയാണ് കേൾക്കുമ്പോഴേ, പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. കാരണം ഇവിടെ തന്നെ ഓപ്ഷൻസിൽ ഗവൺമെന്റ് കാണും, ഗവൺമെന്റ് ആൻഡ് രജിസ്ട്രാർ കാണും, പിന്നെ അല്ലെങ്കിൽ കോപ്റ്റഡ് മെമ്പേഴ്സ്, ഇങ്ങനെ പല കാര്യങ്ങളും കാണും. അപ്പം നിങ്ങളത് തെറ്റിപ്പോകരുത്. ഉറപ്പ് വരുത്തി നന്നായിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കുക. Next question. As per section 14AA(2)(d), any share contribution or financial assistance to subsidiary institutions from the society shall be allotted with the prior approval of dash based on the resolution passed by the general body of the society. Options are A government, B registrar, C government and registrar, D none of these. Correct answer is option B registrar.
ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 14AA 2D പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് സൊസൈറ്റി ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഷെയർ കോൺട്രിബ്യൂഷനോ കൊടുക്കുകയാണെങ്കിൽ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആരുടെയാണ്? രജിസ്ട്രാറിന്റെ പ്രയർ അപ്രൂവൽ വേണം. അപ്പൊ ആ ഒരു സൊസൈറ്റി ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിൽ റെസൊല്യൂഷൻ പാസ്സാക്കി അത് രജിസ്ട്രാറിന് അയച്ചു കൊടുത്ത് രജിസ്ട്രാർ അത് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു സൊസൈറ്റിക്ക് അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഷെയർ കോൺട്രിബ്യൂഷനോ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ആരുടെ അപ്രൂവൽ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഗവൺമെന്റും രജിസ്ട്രാറുമാണ് മിക്ക എല്ലാ അപ്രൂവലും നടത്തുന്നത്. അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ആണ് അപ്രൂവ് ചെയ്യുന്നത്, അനുവാദം കൊടുക്കുന്നത്. അവരുടെ ഗവൺമെന്റിന്റെ അനുമതിയാണ് വേണ്ടുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ആരാണ്? രജിസ്ട്രാറാണ്. അപ്പം നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. അപ്പം അത് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ തന്നെ നമ്മൾ അറ്റ് ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലിസ്റ്റ്, അതായത് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒരുപാട് പഠിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി തിരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ തിരിയാതെ തന്നെ നമ്മൾ ട്രിക്കി വേയിലൂടെ പഠിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ഷെയർ കോൺട്രിബ്യൂഷനോ ഒരു സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുകയാണെങ്കിൽ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം? രജിസ്ട്രാറിന്റെ പ്രയർ അപ്രൂവൽ വേണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ഫറിംഗ് ഫണ്ട്സ് ഓർ ലീസിംഗ് ഓഫ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ടു ഇറ്റ്സ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷാൾ ബി മെയ്ഡ് വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ് based on the resolution passed by the general body of the society or bank. Options are A. Managing committee, B. Registrar, C. Government, and D. Both B and C. Correct answer is option C. Government. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് സെക്ഷൻ 14AA 2E പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് സൊസൈറ്റി അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അസറ്റ് ലീസിന് കൊടുക്കണമെങ്കിലോ, ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടത്തിന് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ആരുടെ മുൻകൂട്ടിയുള്ള അനുവാദം വേണം? ഗവൺമെന്റ്. ഇവിടെയും ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കി അത് നമ്മളെ ഗവൺമെന്റിന് അയച്ചു കൊടുത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? അത് അംഗീകരിച്ചാൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് അവരുടെ അസറ്റ് ലീസിനോ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാനോ പറ്റും. ഓക്കെ, അതാണ് എന്ത്? സെക്ഷൻ 14AA 2E. ഇവിടെ ഫണ്ടും അസറ്റിന്റെ ലീസും എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യങ്ങളല്ലേ. അപ്പൊ വലിയ വലിയ കാര്യങ്ങൾ ആരാണ് അപ്രൂവ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം സെക്ഷൻ 14AA സെക്ഷൻസ് ആണ്. സെക്ഷൻ 2ന് ശേഷം 14AA സബ്സെക്ഷൻ 2ന് ശേഷം വന്ന 2A, 2B, 2C, 2D ആൻഡ് 2E. അപ്പോൾ എന്താ പറയുന്നത്? ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ വരണമെങ്കിൽ ആരുടെ അനുമതി വേണം? രജിസ്ട്രാറിന്റെ വേണം. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒരു സൊസൈറ്റി സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കണമെങ്കിൽ അത് എവിടുന്ന് കൊടുക്കണം? ഫ്രം ദ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. അതാണ് 2Aയിൽ പറയുന്നത്. 2B എന്താണ്? കൂടാതെ 2Aയിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതല്ലാതെ ഷെയർ ക്യാപിറ്റൽ അല്ലാതെ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ രജിസ്ട്രാർ പറയുന്നതനുസരിച്ച് ലോൺ ഇനത്തിലേക്ക് കൊടുക്കേണ്ടതാണ്. ഇനി 2B എന്താണ് പറയുന്നത്? നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയ സൊസൈറ്റികളാണെങ്കിൽ എന്ത് വേണം? അവരുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരെ ഉൾപ്പെടുത്തണം? ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഗവൺമെന്റ് നോമിനീസിനെ ഉൾപ്പെടുത്തണം എന്നാണ് സെക്ഷൻ 2Bയിൽ പറയുന്നത്. ഓക്കെ, ഇനി 2C എന്താ പറയുന്നത്? ആരാണ് ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒക്കെ നോക്കേണ്ടത്? ആരാണ്? രജിസ്ട്രാർ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് സെക്ഷൻ 2D. സെക്ഷൻ 14AA 2D ആണ്. എന്താ പഠിച്ചത്? നമ്മുടെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ഷെയർ ക്യാപിറ്റലോ ഒരു സൊസൈറ്റി കൊടുക്കണമെങ്കിൽ അവിടെ ആരുടെ അപ്രൂവൽ വേണം? രജിസ്ട്രാറിന്റെ അപ്രൂവൽ വേണം. നിങ്ങൾ ഈ അപ്രൂവലിനോടൊപ്പം തന്നെ ജനറൽ ബോഡിയും കൂടെ പഠിക്കുക. ജനറൽ ബോഡി മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കി അത് നമ്മുടെ രജിസ്ട്രാറിന് അയച്ചു കൊടുത്ത് രജിസ്ട്രാറിന്റെ അംഗീകാരം മേടിക്കാം. പിന്നെ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അസറ്റ് ലീസിന് കൊടുക്കണമെങ്കിലോ ആരുടെ അപ്രൂവൽ വേണം? ജനറൽ ബോഡിയുടെയും ഗവൺമെന്റിന്റെ. ജനറൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അപ്പൊ അതാണ് എന്ത്? സെക്ഷൻ 2Eയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.